ഹലോ ഗൈസ്, നമ്മളിന്ന് ന്യൂ വീഡിയോയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളിന്ന് റോബ്ലോക്സ് ആണ് കളിക്കുന്നത്. റോബ്ലോക്സിന് മറ്റേ ബാരി പ്രസൺ എസ്കേപ്പ് ഇല്ല, അത് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. നാളെ 99 വീഡിയോ വരുന്നത് ഗൈസ്. എൻ്റെ അനിയത്തിയുടെ കൂടെ കളിക്കുന്നത്. നമുക്ക് എത്ര ആദ്യം 66 ഡയമണ്ട്സ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ 70 ഡയമണ്ട്സ് ആയിരുന്നു. നമുക്ക് ഏലിയൻ ക്ലാസ് എടുക്കായിരുന്നു. അവളതെടുത്ത് എങ്ങനെയാണ് ഓരോ ഡയമണ്ട് ഉണ്ടാക്കി. അതിൻ്റെ ട്രിക്ക് എനിക്കും പറഞ്ഞു തന്നെയാണ്. നോക്കണം, ഇനി എടുക്കണം. 66 ആക്കിയിട്ടുണ്ട്. ഇതുവരെ വന്ന കോഡെല്ലാം അടിച്ചു കൊടുത്ത് കിട്ടി. ഇത് ഞാൻ നേരത്തെ കളിച്ചാണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഇത് സൈഡ് പിടിച്ച് പോകാം, പക്ഷെ നമ്മളൊക്കെ പ്രോയാണ്. നമ്മൾ ചാടിച്ചാടിയേ പോകത്തുള്ളൂ, സൈഡ് പോകത്തില്ല. ശ്രദ്ധിക്കുന്ന ഈ ഹാരന്മാർക്കുണ്ട്. നേരത്തെ ഒന്നുമില്ല, നമ്മുടെ കൈ വെച്ച് തന്നെ അല്ലാതെ തന്നെ അടിച്ചു പൊട്ടിക്കണം. അതിന് ഒന്നുമില്ല. എങ്ങനെയുടെ ആയിരുന്നു ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഇടയ്ക്കൊക്കെ വരുമ്പോ. അങ്ങനെ നമ്മൾ ഓടി പോവാണ്. സ്വിച്ച് ബട്ടൺ ഞെക്കണം. നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്വിച്ച് ബട്ടൺ ഞെക്കണം, അല്ലെങ്കിൽ പിന്നെ ഇവിടെ എത്തുമ്പോൾ സൂക്ഷിച്ചാണ്. അങ്ങനെ ഞാൻ ഇതുവരെ ഒരു കുഴപ്പമില്ല ചാടി. ഇതുവരെ ചത്തിട്ടില്ല ചാടി. ഇവിടെ ചാവുന്നു. ഇടയ്ക്കൂടെ എന്തൊക്കെയാണ് വരുന്നത്. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചാടിയിട്ടുണ്ട് ഗൈസ്. അത്ര ഉള്ളതൊക്കെ നമുക്കൊക്കെ ഈസി ഗൈസ്. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ ഗൈസ്, ഇത് മറ്റേ ലാഡറിന്റെ പോലെ. ലാഡർ എടുത്തോണ്ട് വരണം. എന്നിട്ട് ഇങ്ങനെ തോണ്ടുക. ഇവിടെ തോണ്ടുന്നതന്നെ ഉണ്ടായി. സേഫ്റ്റി ടാങ്കിന്റെ അകത്താന്ന് തോന്നുന്നു പോന്നെ. പിന്നെ സേഫ്റ്റി ടാങ്കിന്റെ അകത്തൊക്കെ ജയില് ഏതായിക്കോളി. എനിക്ക് 2070 ജയിലായിരിക്കും. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. 50 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഗൈസ്, നമ്മൾ അങ്ങനെ ആദ്യമായിട്ട് ചത്തു ഗൈസ്. ഞങ്ങള് ബട്ടറേന്ന് കൈവിടുന്നില്ല, ചോടിക്കൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ അവസാനം എങ്ങനെയൊക്കെ എത്തി ഗൈസ്. എന്നിട്ട് നമ്മൾ ഇനി ഇത് ഇടങ്ങണം. ഇത് വലിയ പാടൊന്നുമില്ല. ഇത് ഒട്ടനാണേലും ചെയ്യാം. ചാവുന്ന കാട്ടിന് മുഴുവൻ ഡയറക്റ്റ് തന്നെ കിട്ടും. അത് നോക്കിയിരിക്കാതെ കാരണം വന്നിട്ടുണ്ട് ബോൾ പോലത്തെ. അടുത്ത കോളത്തിലോട്ട് ഇറങ്ങി നിങ്ങൾ ഡയറക്റ്റ് 3-ലോട്ട് കയറരുത്. 3-ാമത്തേലോട്ട് ചാവ് ഉറപ്പാണ്. ഒത്തിരി നമ്മൾ ട്രൈ ചെയ്തതാണ്, നടക്കത്തില്ല. ഇനിയും ഓടി 3-ാമത്തേനോട്ട് പോവാം. നമ്മളങ്ങനെ 3-ാമത്തെ സംഭവത്തിൽ എത്തി. ഇനി ഇവിടെ ഒരു കല്ലുണ്ട്, അവനെ കൂടെ തീർക്കണം എങ്ങനെയെങ്കിലും. അവനെന്താ ക്ലിച്ചടിച്ചിരിക്കുകയാണ്. നമുക്ക് പോയാലോ? ഞാനിങ്ങനെ നോക്കി നിന്നപ്പം കണ്ടു അവന്റെ പുറകേന്ന് വരുന്നുണ്ട്. ഞാൻ മറ്റേ ബോർഡ് ഓണാക്കാൻ പോയി. അത് ഓണാക്കിയപ്പോ ഞങ്ങളുടെ പുറകേന് വെച്ച് പിടിക്കുന്നു. ഇവന് പോയി. അങ്ങനെ അങ്ങനെയൊക്കെ ഒരു രക്ഷപ്പെട്ട് അവിടെ എത്തി. ഞാൻ നോക്കിയപ്പം ഇത് ഏതാ സ്ഥലം? നേരത്തെ പോലെയല്ല, മാറി. അപ്പൊ താഴെ പോയാ ഒന്നുകൂടെ കളിക്കേണ്ടി വരും ആദ്യം തൊട്ട്. ഇവിടെ എത്തിയതും വരെ അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി അതിസീനായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്തോ സാധനമാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചമ്മന്തി കണ്ടവര് ഇവിടെ വന്നു. നമുക്ക് സുഖമായിട്ട് ചോറിൻ്റെ കൂടെ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ചമ്മന്തി നമ്മളായിരുന്നാൽ മതി. അങ്ങനെ ചമ്മന്തിയുടെ അതിന് രക്ഷപ്പെട്ടു. നോക്കിയപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യാതെ തോന്നിയതാണ് എനിക്ക്. ഇവിടെ ഈ സംഭവം വലിയ പാടൊന്നുമില്ല, നമുക്ക് നോക്കാം. ഇവിടുത്തെ കഴിഞ്ഞിട്ടൊരു സീനുണ്ട്. അതാണ്ട തീ പോലെ പോകുന്നുണ്ട്. ജമ്പട്ടനെ പിടിച്ച് വിടത്തില്ല. അങ്ങനെ നിന്ന് എന്തോ നടക്കുന്ന ഇവിടെ എനിക്ക് പോലും അറിയില്ല. ഷൂന്ന് പറഞ്ഞു പോവാ. പിന്നെ കുറച്ചു നേരം ഇങ്ങനെ ചാടിക്കൊണ്ടേ ഇങ്ങനെ ഇരുന്ന് ചാടി നിന്നപ്പോ എന്നെ ജമ്പട്ടം വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഒന്നുകൂടെ ഓടിയപ്പോഴാണ് ജമ്പട്ടം ഒന്നും വർക്ക് ചെയ്യുന്നില്ല. നോക്കിയപ്പോ എല്ലാം കഷ്ണമായിട്ട് താഴെ കിടക്കുന്ന നെഞ്ച് അങ്ങ് പടഞ്ഞു പോയി. ജമ്പട്ടം വർക്കാവുന്നില്ല ഗൈസ്. എന്താ തേങ്ങയത്? ചത്തോ ഗൈസ്? ജമ്പട്ടം വർക്കാവുന്നില്ല. അവസാനം ചാടി അങ്ങനെയൊക്കെയോ വർക്കായി. പിന്നെ നോക്കിയിരിക്കുകയാണ്. ഗൈസ് അങ്ങനെ സീനായി ചാടി. ഗൈസ് പറ്റും. യെസ്, മോട്ടിവേഷൻ താ. അത്രയുള്ളൂ. പറ്റും. യെസ് അത്രേ ഉള്ളൂ. ഗൈസ് നമ്മളിത് ഫിനിഷ് ചെയ്യും ഗൈസ്. ഇത് ഫിനിഷ് ചെയ്താലേ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. എടുത്തു. യെസ് കണ്ട ഗൈസ്, ബാക്കിൽ കൂടെ ഉണ്ട്, അവന് ഫ്രണ്ടിൽ കൂടെ ഇട്ട്. റോബ്ലോക്സ് ഇതിനാണ് എഫിന്റെ കണ്ടന്റ് വീഡിയോസ് ആയതുകൊണ്ട്
വരുന്നതാണ്. നീ ഒത്തിരി ചാലഞ്ച് ചോദിച്ച് വരിക. എന്താ ചാലഞ്ച് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഹാർഡായിട്ടുള്ളതാണേലും ടഫായിട്ടുള്ളതാണേലും ചെയ്തു തരുന്നതായിരിക്കും. എൻ്റെ കൂടെ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് ഗൈസ്. സ്വിച്ച് ഒന്ന് ഞെക്കിയാൽ പോരെ ഗൈസ്. ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്യുക. വേറെ ഒന്നും നഷ്ടപ്പെടത്തില്ലല്ലോ, പൈസയൊന്നും പോകത്തില്ലല്ലോ. സിമ്പിളായിട്ട് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ പൈസ എടുത്താൽ പീസായി കിടക്കുന്നു. ഞാൻ പിന്നെ 2-3 വട്ടം ശ്രമിച്ച് ചാടാൻ, പക്ഷെ നടക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഗൈസ്, ചെയ്യണമെന്ന് നോക്കി പക്ഷെ ആകുന്നില്ല. പിന്നെ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വെച്ച് ബുദ്ധി യൂസ് ചെയ്യാം, പക്ഷെ ഇരിക്കുന്നില്ല. ഒരുത്തനാണ് എന്നെ തന്നെ നോക്കുന്നത് ഗൈസ്. എങ്ങനെ പോകാനാന്ന് വിചാരിച്ചിരിക്കുകയില്ല. ഫൈനലാണെന്ന് കണ്ട് കാണത്തില്ല. അപ്പം അത് കളിയാന്നായിരിക്കും. നമ്മൾ ജയിൽ പുള്ളി എഴുതി ഒക്കെ എത്ര വട്ടമാ ജയിലിൽ കിടന്നതെന്ന് അറിയാമോ മോനെ, സീനാ. നെയ്യ് പോകുന്നുണ്ട് എല്ലാം പറ്റി ബോക്സ് പോലത്തെ സ്റ്റീൽ ബ്രൈൻഡറിന്റെ വീഡിയോ വരുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ വേറെ അക്കൗണ്ട് അത് ഞാൻ 10 റീവർത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ 5 റീവർത്ത് ചെയ്തിട്ടുള്ളൂ. ചെറിയ റീവർത്ത് നമുക്ക് നിസ്സാരം. പക്ഷെ എനിക്ക് പൈസ ഇത് അതിൻ്റെതാണ്. ഇത് കുറച്ചേ ഉള്ളൂ. എത്ര 123 ഉള്ളൂ. പിന്നെ പുതിയ സംഭവം കഴിച്ചു ഇതിനകത്ത് പറന്ന് കളി പറന്ന് ഞാൻ കാണിച്ച് രണ്ടാമത്തേത് കൊട്ടുന്നില്ല. അവിടാണ് അവസാനിക്കുന്നത്. പിന്നെ മനസ്സിലായി ഈസിയാണ്. നമ്മൾ ആക്കി വീണ്ടും ചത്ത് എല്ല് കഷ്ണമായി. എല്ല് കഷ്ണമാണോ കേട്ടാ. ഇനി ഇത് കുറച്ച് ഇടങ്ങേറാണ്. ഇത് കുറച്ച് പരിപാടിയാണ്. അങ്ങനെ ഫസ്റ്റ് ചെയ്തു. മൂന്നാമത്തെ വെക്കാനും താഴെ ഇരിക്കും. അങ്ങനെ 2 എണ്ണം ചെയ്തു. ഇത് ഡയറക്റ്റ് വന്ന് നോക്കിയാൽ നടക്കത്തില്ല. നമ്മൾ കുറേ നേരം ക്യാമ്പ് ചെയ്തിരിക്കേണ്ടി വരും. കാരണം ചിലവരുണ്ട് അത് അല്ലാതെ പോകുന്നതാന്ന് വിചാരിച്ചു ഓരോന്നായിട്ട് പോകുന്നതായിരിക്കും. അല്ല 3 വോൾവും തിരിച്ചു കാണും. നമ്മളൊരു ചാടി അന്തസ്സോടെ ചാടി വീണ്ടും പോകും. നേരെയായിരുന്നേലും എത്തിയേനെ. പക്ഷെ ഇതാ കുറച്ചുകൂടെ പേണി അറിയാഞ്ഞത് കണ്ടേനെ. ഇപ്പം അത് കണ്ടില്ല. അതാണ് ചെയ്യാനേ. എല്ലാ മണ്ടത്തിലേ കാണിക്കത്തുള്ളൂ. ആരായാലും ചിലവരൊക്കെ പ്രോയാന്ന് പറഞ്ഞിട്ട് മണ്ടത്തരം കാണിക്കുന്നവരുണ്ട്. എന്തൊക്കെയാ മേള് റോബോക്സ് കൊടുത്താ കാണും. നമ്മുടെ ഈ പിന്നെ റോബോക്സ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിക്കാറില്ല. അറിയായിരിക്കും എൻ്റെ റോബോക്സ് എത്ര ആയിരിക്കും. 0 അല്ലാത്തോ ഒത്തിരി ഒന്നും കാണത്തില്ല. ഉറപ്പാന്നല്ല എന്തായാലും കാണത്തില്ല. പക്ഷെ ഈ സംഭവം എന്നെ ഏറ്റവും ദേഷ്യം പിടിച്ചു. ഇത് പാടല്ല, പക്ഷെ 3-മത്തെ കോളം എത്തുമ്പോഴായിരിക്കും ഇത് മിക്കവാറും ചാടുന്നോണ്ടോണേ. ഇത് 2-മത്തേത് വലിയ പാടില്ലെങ്കിൽ ചാടും. പക്ഷെ 3-മത്തെ ഇതെന്തായാലും ഞാൻ ചാവും ഗൈസ്, ഉറപ്പാ. സ്വാഭാവികം ഗൈസ്. ചാടി എത്ര ചാടി ഗൈസ്. മോട്ടിവേഷൻ അത്ര സീൻ ഗൈസ്. ചാടുന്നു. പറ്റും, നമ്മളെ കൊണ്ടേ പറ്റൂ ഗൈസ്. പഠിക്കണേ ഞാൻ ചെല്ലുമ്പോ അത്ര ഗൈസ്. പക്ഷെ ഇവിടുന്ന് കൂടെ പോയില്ല ഗൈസ്. ഒന്നും ഇവിടെ പോയില്ല. എന്തായാലും കുറച്ചുകൂടെ എസ്കേപ്പ് ആണെന്നാ തോന്നുന്നേ. ഇവിടെ ഞാൻ കുറച്ച് കൺഫ്യൂഷൻ അടിച്ചായിരുന്നു ഗൈസ്. പീസാക്കി ഗൈസ്, എന്നെ പീസാക്കി. നമ്മളിങ്ങനെ ഇവിടെ എത്തി ഗൈസ്. അത്ര ഉള്ളു ഗൈസ്. നമ്മളിവിടെ അങ്ങോട്ട് പോവാ. അത്ര ഉള്ളു ഗൈസ്. ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ മുകളിലോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ ജമ്പട്ടറെല്ലാം കുത്തി ഇരിക്കുകയാണ്. ബ്ലാക്ക് കളർ വെള്ളമാണ്. എന്റെ പൊന്നാളിക എന്തുവാടാ തീർന്നു. എല്ലാം ആക്കി വിട്ടാവുമാര്. എല്ലാം ആക്കിയോ. എനിക്ക് വയ്യ. എനിക്ക് കരച്ചില് ദേശമൊക്കെ കണ്ടിട്ട് എന്തുവാ. അയ്യോ എനിക്ക് വയ്യേടാ. എന്തുവാടാ ഇത് ചാടിപ്പോടാ. ഈ വട്ടം ഞാൻ ചാടുമെന്ന് പറഞ്ഞ് കറക്റ്റ് ടൈമിലാണെങ്കിൽ ചാടാൻ തോന്നി. പക്ഷെ ചാടുന്നില്ല. പിന്നെ മനസ്സിലായത് ഞാൻ ബട്ടൺ ഞെക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു ബട്ടൺ ഞെക്കാവുള്ളൂ. ഞാൻ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്നോണ്ടാണ് ഇത്ര പ്രശ്നം ഉണ്ടായത്. ഞെക്കി അവസാനം ഇവിടെ എത്തി. ഇവനെ കൊല്ലം. ഇവന്റെ ഭയങ്കര കഷ്ടം. പഴമൊക്കെ വലിച്ചെറിയും. പഴങ്കഞ്ഞിപ്പൊടിയും പഴമൊക്കെ വലിച്ചെറിയും. ഇവന്റെ പ്രശ്നം നമ്മളാണ് പഴം വായിക്കാത്തോട്ട് കയറ്റി കൊടുക്കും. ഇപ്പൊ കണ്ടോളെ നല്ല കോടി. ആപ്പിള് സ്ട്രോബെറി ഡ്രാഗൺഫ്രൂട്ട്. ഇപ്പൊ പഴം പോകുന്നില്ലല്ലോ. പഴം അതുകൊണ്ട് പോയി വായിക്കാത്തോട്ട് തന്നെ വേടാ. ഇത്ര പൈസ കേട്ടെ. പൈസ എന്തേ? പൈസ ഇല്ലടാ.
അവളെ പറ്റിച്ചോ. നമുക്ക് പോവാം. ഇത് ഞാൻ വന്ന വഴിയല്ലേ, അതുവഴി പോവാം. അയ്യോ അത് കറക്റ്റ് വഴി കളിക്കാം. അപ്പൊ ഈ പോക്കും ഗൈസ് ഇതുവഴി എന്റെ പൊന്നോ സ്വർഗം കാണും. ഗെയിമിലുള്ള റോബോസ്കായിട്ടാണ് ചത്തത് പറയാ. പ്രൊഫഷണൽ എന്തുവാണ് ഇത് തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു. എന്റെ പൊന്നളിയ ഇത് കളിക്ക് ആദ്യമൊക്കെ എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ ആദ്യം ഇപ്പൊ കളിക്കണം മോനെ. ഇത് ഞാൻ ഇത്തിരി നേരം കൊണ്ട് തീർത്തായിരിക്കും, പക്ഷെ 1 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഞാൻ ഇത് തീർക്കാൻ ഫസ്റ്റ് ആയിട്ട് കളിച്ചപ്പം. എന്റെ കഷ്ണമാവാതിരുന്നാ മതിയായിരുന്നു. ഇതെന്തൊരു എക്സോ, ഇതൊക്കെ സിമ്പിളാ, വലിയ വാളൊന്നും ഇല്ല. ഇതൊക്കെ നമ്മളെ കൊണ്ട് നിസ്സാരം. കുറെ എന്റെ അറിയാവും ഞാൻ. രണ്ടു കേട്ടോ. ഓക്കെ ഫൈനലി നമ്മൾ എടുത്ത സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടാണ് പരിപാടി. നമ്മുടെ എന്തുവാ എക്സിറ്റ് ബിഗൺ നമ്മള് ഇവിടെ ഇല്ല. നമ്മൾ 3 എടുക്കും ഗൈസ്. അങ്ങനെ ഇതാകത്തില്ല. ഡ്രോപ്പ് ചെയ്ത വഴിയുണ്ടായി. നമ്മള് മേശാടിപ്പടി ഇത് എന്തുവാ ഇനി പറയുന്നത്, ഞാൻ പണിയെടുക്കുന്ന നമ്മള് സീനിയേഴ്സ്. ഇതെന്തുവാ വെള്ള കളറൈസ്, അതെങ്ങനെ എനിക്കറിയത്തില്ല. എനിക്കൊന്നും അറിയത്തില്ലടാ ഗൈസ്. മേക്കാടിപ്പണിക്കാരാണോ ഗൈസ്? അങ്ങനെ 2 വഴി ഉണ്ടാക്കി. രണ്ടാമത്തെ വേണമെന്നില്ല. ഞാൻ എന്നിട്ട് ദിവസോളം തന്നെ ഫസ്റ്റ് വഴി കൂടെ അങ്ങോട്ട് പോയി ഗൈസ്. അത്രേ ഉള്ളൂ. ആ പ്രാന്തനെ കണ്ടേ. ഇനി ഇവനെ അടിച്ചു കൊല്ലണം. പിസയുടെ ജങ്ക് ഫുഡ് മാത്രം, ഹെൽത്തി ഫുഡ് മാത്രല്ലേ, ജങ്ക് ഫുഡും ഉണ്ട്. നമ്മളെ പിടിച്ചോണ്ടിരിക്കുവോ കൊച്ചു? എന്തോന്നാണ് ഇത്, ക്രോസ് പോയോ? വേണ്ട മനുഷ്യനുണ്ടോന്ന്. അവനെ കൊന്നു. നമ്മളങ്ങനെ എസ്കേപ്പ് ആവാൻ പോവാ ഗൈസ്. ലൈക്ക് സബ്സ്ക്രൈബ് അടിച്ച് പിടിച്ചിരുന്നു. ഷെയറും ചെയ്യുക, കമന്റും ചെയ്യുക. ഇത് ഫസ്റ്റ് ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ടാറ്റാ ബൈ ബൈ.